എല്ലാ ജാതി മതസ്ഥരും കേട്ടുകൊള്ളുവിൻ. ഇനി പൗരോഹിത്യമില്ല. പൗരോഹിത്യം ദൈവം എന്നേക്കുമായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കീറിക്കളഞ്ഞതാണ്. ഇന്നും പുരോഹിതന്മാരെല്ലാ ജാതികളും പറഞ്ഞ പുരോഹിതന്മാരെ നിങ്ങൾ പറ്റിക്കല്ലേ. രാഹുകാരുടെ പോലും രക്ഷിപ്പാൻ കഴിയാത്ത, പാപത്തിൽ നിന്ന് ഒരിക്കലും നമ്മളെ രക്ഷിപ്പാൻ കഴിയാത്ത പാരമ്പര്യങ്ങളെയും പൗരോഹിത്യത്തെയും തള്ളിക്കളഞ്ഞോളൂ. എല്ലാ ജാതി മതസ്ഥരും തള്ളിക്കളഞ്ഞോളുവിന്. എന്നാൽ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ സാത്താന്റെ അധികാരികളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. അവനിതാ അടക്കപ്പെട്ടുവെങ്കിലും ദൈവമോ മരണഭാസങ്ങളെ അഴിച്ചിട്ട് അവരെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി വിജയഗോപാൽ എന്ന് പേരോട് കൂടിയവനും ഹിന്ദു മതവിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്നവരുമായിരിക്കുന്ന റാന്നി സ്വദേശിയായിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ തകർത്തവൻ. എന്റെ ദേശങ്ങളെ ആ യേശുക്രിസ്തു കടന്നു വരുവാനുള്ള സമയമായിരിക്കുന്നു. മലകളിൽ വസിക്കുന്ന എല്ലാ രൂപങ്ങളുമായിരിക്കുന്നവരെ, ഇതാ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന അധികാരങ്ങളെ നടുങ്ങിക്കൊള്ളുവിന്. യേശുക്രിസ്തു രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. ഈ ഭൂമിയിലെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും 1000 ആണ്ട് ചങ്ങലക്കിട്ട് അഗാധ ഭൂപത്തിൽ മുദ്രയിട്ടുകൊണ്ട് ഈ ഭൂമി സമാധാനം സ്ഥാപിക്കാനായിട്ട് സർവ്വരാജ്യത്വം പ്രാപിച്ചുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാല്. അല്ലയോ പാപികളെ നടുങ്ങിക്കൊള്ളുവിന്, നിങ്ങൾ മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. അവന്റെ വരവാസന്നമായിരിക്കാലും അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെ സകല ജാതികളോടും പാപികളോടും കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, മാനസാന്തരപ്പെടുവിൻ.